ഇന്ന് ഞങ്ങളുടെ 37-ാം ദിവസമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കൂടെ ഇന്ന് വേറെ കുറേ പേരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ചൈനയിൽ ലാൻഡ് ചെയ്തു. ഇനി കുറേ പേര് ഞങ്ങൾ ഒരു ബാച്ചായിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത്. ചൈനയിലെ 18 ദിവസത്തെ യാത്ര കംപ്ലീറ്റ്. ഞങ്ങൾ 15 ദിവസം അല്ലേ? 15 പേരുടെ ഒരു ഗ്രൂപ്പാണ്. 5 കാറും 2 ബൈക്കും. ഇതാണ് ഞങ്ങളുടെ സുന്ദരിക്കുട്ടി. ഇത് ബൈക്കിൽ വരുന്നവര്. ബൈക്കിലെല്ലാം അവിടെ നിൽപ്പുണ്ട്. ബൈക്ക് ആരാ പറഞ്ഞേരെ? ബൈമാരെല്ലാം വണ്ടികൾ എല്ലാവരും വണ്ടി റെഡിയായി. ഇന്ന് മുതൽ യാത്ര തുടങ്ങുകയാണ്. സോ കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറി നിന്ന് തിരക്കിലാണ്. എല്ലാവരും ഫോൺ വിളി കാര്യങ്ങളൊക്കെ ആയിട്ട്. പിള്ളേർ കുറച്ച് പേരുണ്ട്. 2-3 യങ്സ്റ്റേഴ്സ് ഉണ്ട്, ബാച്ചിലേഴ്സ്. സോ ഇന്നലെ ഇവിടെ താമസിച്ചു. ഞങ്ങളുടെ യാത്ര തുടങ്ങി. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ട്. യെസ്, താങ്ക് യു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചൈനയിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചൈനയെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. കാര്യമായിട്ട് കാരണം ചൈനയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അധികം പേരൊന്നുമില്ല. എങ്കിലും ഇവിടെ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളൊന്നും അധികം പേര് ചെയ്തിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും ആർക്കും അറിവുണ്ടാകത്തില്ല. വണ്ടി ഓടിക്കുന്ന രീതികളും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊന്നും. അപ്പോൾ അതിനെപ്പറ്റിയായിരിക്കും ഞാൻ കൂടുതൽ പറയുന്നത്. കാരണം നമ്മൾ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാപിറ്റൽ ബെയ്ജിങ് ആണെന്നും ലാംഗ്വേജ് ചൈനീസ് ആണെന്നും കറൻസി യെൻ ആണെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയുന്നത്, നമ്മൾ വന്ന ശേഷം നമുക്ക് ഗൈഡുണ്ട്. അപ്പം ഈ ഗൈഡ് മസ്റ്റാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് ഇവിടെ നമുക്ക് ശരിക്കും ചൈനയിൽ 23 പ്രൊവിൻസ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ കവർ ചെയ്യുന്നത് 4 പ്രൊവിൻസാണ് ഞങ്ങൾ കവർ ചെയ്ത് പോകുന്നത് ഈ 18 ദിവസങ്ങൾ കൊണ്ട്. അപ്പം ഇതിനകത്ത് 2 പ്രൊവിൻസിൽ, അതായത് ടിബറ്റ് പിന്നെ സിൻജിയാങ് ആണ് ഏറ്റവും വലിയ പ്രൊവിൻസ്. ഈ 2 പ്രൊവിൻസിലും വണ്ടിക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആരുടെയെങ്കിലും ഒരു ID നമ്മൾ കാണിക്കണം. അപ്പോൾ ഞങ്ങൾ ഗൈഡ് ഉള്ളത് കൊണ്ട് ഗൈഡിൻ്റെ ID കാണിച്ച് അവർ സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ വണ്ടിയിൽ ഇന്ധനം അടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പം ഓരോരുത്തർ ചെന്നപ്പോൾ അവർ ഞങ്ങളെ കയറ്റിയില്ല. ഞങ്ങൾ യാദൃശ്യമായി അവിടെ കയറുകയാണ്. അപ്പോൾ നമ്മളെ അകത്തേക്ക് ഒരു കയറ്റി, കാരണം അവിടെ ബാരിയറുണ്ട് പെട്രോൾ പമ്പിനടക്ക്. അതുപോലെ തന്നെ 2 വീലേഴ്സ് ആണെങ്കിൽ പമ്പിലേക്ക് കയറുന്നതിന് മുന്നം അതിൻ്റെ എൻട്രൻസ് വെച്ച് പമ്പ് അവരുടെ ബൈക്ക് 2 വീലർ എൻജിൻ ഓഫ് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ട് പോകണം പമ്പിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ട്. അപ്പം അതുപോലെ തന്നെ ചൈന 8 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ചെക്ക് പോസ്റ്റുകളുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴികളെല്ലാം കുറേ ബോർഡറിൻ്റെ അടുത്തോടെ പോകുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ ഈ ചെക്ക് പോസ്റ്റുകൾ ഇഷ്ടംപോലെ മുട്ടുമുട്ടും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് ഇത്രയും 8 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ബോർഡറിൽ കാണിക്കുന്നത് പോലെ തന്നെ, കാരണം ഫോറിൻ വണ്ടികളായതുകൊണ്ട് ഫോറിൻ വണ്ടികളെല്ലാം വണ്ടി യാത്ര ചെയ്യുന്നവരെല്ലാവരുടെയും പാസ്പോർട്ട് ചെക്കിങ്ങും എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. അപ്പോൾ ഇത് നല്ലൊരു മലയുടെയൊക്കെ ഇരുവശങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ അതുപോലെ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഇപ്പം ഞങ്ങൾ പോകുന്നത് ഒരു എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പം ഈ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴെല്ലാം അവിടെയൊക്കെ പോലീസ് ചെക്കിങ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരാൾക്ക് ലൈസൻസ്, അതായത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ ചൈനീസ് ലൈസൻസ് എടുക്കണം. ടെമ്പററി ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി രജിസ്ട്രേഷന് നമുക്കൊരു ഞാൻ കാണിക്കാം. ഇവിടെ വണ്ടിയുടെ ഇതുപോലൊരു ടെമ്പററി പ്ലേറ്റ് നമുക്ക് തരും. അത് നമ്മളിവിടെ വണ്ടിയെ ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെമ്പററി ലൈസൻസിന് മാക്സിമം 12 പോയിൻ്റാണ്
നമുക്ക് അനുവദനീയം ഉള്ളൂ. 12 കൂടുതലായാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ നമുക്ക് അലൗഡല്ല. അത് പോലീസ് പിടിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ ക്യാമറയോ സ്പീഡോ ഇതൊക്കെ മൂലം നമുക്ക് വരുവാണെങ്കിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് നമ്മുടെ കൈ കിട്ടും. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ബാങ്കിലേക്കാണ് പോകുന്നത്. ബാങ്കിൽ പോയി എല്ലാവർക്കും പൈസ എടുക്കണം. ഇന്നലെ ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടിയില്ല. ഇന്നലെ ഞങ്ങൾ കഷ്ടപ്പാടും ദുരിതത്തിലൊക്കെ ആയിരുന്നു. റെഡ് ലൈറ്റ് സംഭവം. എല്ലാവരും ബാങ്കിൽ കയറി ബാങ്കിൽ നിന്ന് പൈസ എല്ലാവർക്കും എടുക്കണം. അതുകൊണ്ട് എല്ലാവരും അകത്ത് കയറി ഇങ്ങനെ പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്നു. മണി എക്സ്ചേഞ്ച് ഉണ്ട്, ക്യാഷ് വിഡ്രോവൽ ഉണ്ട്. ഏതാണോ ഓപ്ഷൻ അവർ തരുന്നത് അത് ആ രീതിക്ക് എടുക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പം നിലവിൽ പോയിരിക്കുന്നത്. ഞങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാരാണ് ഇതെല്ലാവരും. Yama, Yayo. ഫ്രണ്ടിൽ കാണുന്നത് വലിയൊരു പാലമാണ്. നല്ല ഹൈറ്റിലാണ് ഈ പാലം. ഇത് വണ്ടി പോകുന്ന പാലമാണോ അതെ വേറെ ഒരിടത്തും ഉണ്ടാക്കിയാണെന്ന് അറിയില്ല കേട്ടോ. ഉണ്ട് കാറ് പോകുന്നുണ്ട് അതിൻ്റെ. ഇപ്പോഴല്ല ഇച്ചിരി ക്ലിയർ ആയത്. ഇത് 2 മലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇന്നലെ ഞങ്ങൾ വന്ന ശേഷം പൈസ ഇവിടുത്തെ മണി ലോക്കൽ മണി കിട്ടാനായിട്ട് ഇച്ചിരി പങ്കപ്പെട്ടു നന്നായിട്ട് പങ്കപ്പാടായിരുന്നു. അപ്പം എല്ലാ എ ടി എമ്മിൽ പോയിട്ടൊന്നും പൈസ കിട്ടിയില്ല. അവസാനം ഞങ്ങളുടെ ഏജൻറ്റിനോട് പറഞ്ഞ് കാർഡും മേടിച്ചു. കുറച്ച് പൈസ നമ്മൾ സെറ്റപ്പാക്കി. പിന്നെ പുള്ളിക്കാരത്തെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി പുള്ളിക്കാരത്തെ ഞങ്ങൾക്ക് വേണ്ടി പേ ചെയ്തു എല്ലാവർക്കും വേണ്ടിയിട്ട്. എന്നിട്ട് ഇനി ബാങ്കിൽ പോയി പൈസ എടുത്ത് കൊടുക്കണം. കാരണം ഇവിടെ നമ്മുടെ ഒരു കാർഡും ഇവിടെ വർക്ക് ചെയ്യില്ല. ഇവിടെ ഒരു കാർഡ് വർക്ക് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് ഒരു കാർഡ് എടുപ്പിച്ചായിരുന്നു, ലോക്കൽ കാർഡ്. അതും വർക്ക് ചെയ്തില്ല. ശംഭോ മഹാദേവ. നമ്മൾ ആ താഴെ നിന്ന് കണ്ട ആ മുകളിലത്തെ ഓവർ ബ്രിഡ്ജ് കയറുന്നതാണെന്ന് തോന്നുന്നു. ഒരു പാലം ഇത് കണ്ടിട്ട് ചൈനയിലെ ഇന്നത്തെ സാരഥി മിസ്റ്റർ ഷോയി വരവച്ചു. ഞാൻ ഫ്രണ്ട് ഇരുന്നൊക്കെ വീഡിയോ എടുക്കുമ്പം അതിൻ്റെതായ ചില പരിമിതികളൊക്കെ ഉണ്ട്. അതെ, ജോർജിയയിലെ വഴി അവിടുത്തെ മോശമായിരുന്നു. അതിച്ചോടെ നല്ല ഡേഞ്ചർ ഇല്ല, അതിച്ചോടെ ഡേഞ്ചർ ഒരു മലയായിരുന്നു നമ്മളാ കയറുന്നത്. ഇതിച്ചോടെ വഴിക്ക് വീതി കൊണ്ട് ഒരു സേഫ്റ്റി ഒക്കെ ഫീൽ ചെയ്യുന്നു. സേഫ്റ്റി ഫീലിംഗ് ഉണ്ട്. 2 സൈഡിലും ഇതുപോലെ ബാരിയറൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു അതെ ജോർജിയയിൽ പോയി എന്ന രീതിയിലായിരുന്നു. അതെ, ജോർജിയയിലേക്ക് വീഡിയോ കാണാത്തതുകൊണ്ട് കാണണം കേട്ടോ. അതൊക്കെ ഒരു ഞങ്ങൾ ഇവിടെ ഒരു ലേക്ക് കാണാൻ വന്നതാണ്. ലേക്ക് ഇതിനോട് അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പോലീസ് ഞങ്ങളുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ അലൗഡല്ല. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പോലീസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ലേക്കിന് അങ്ങോട്ട് കാണാൻ പോകാൻ പറ്റുള്ളൂ.
ലേക്കിലേക്കാണ് പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇല്ല, ആ ലേക്കാണ് കാണുന്നത്. അടിപൊളി ലൊക്കേഷൻ, പൊളിക്കും, സൂപ്പർ. അത് അവിടെ അങ്ങനത്തേക്ക് പോകണം, ആ താഴത്തേക്ക് പോകണം. അറിയില്ല, നമുക്കങ്ങ് പോയി നോക്കാം. ഇതൊരു കടൽ പോലെ കിടക്കാണല്ലോ ഇതിലേക്ക്. ഇത് ലാമ്പാണ്. ഇത് തവള ഫ്രൈ ആണ്. ഇത് നമ്മുടെ സ്ക്വിഡ് ഫ്രൈ ആണ്. ഇത് നമ്മുടെ ബീഫ് ആൻഡ് വെജിറ്റബിൾ അല്ല, ബീൻസ് ബ്രൊക്കോളി ഫ്രൈ, ചൈനീസ് സ്റ്റൈലിൽ. ഗാർലിക് ഉണ്ട് കേട്ടോ.